ഇന്നത്തെ ദിവസം ഫൈസലിദാരി ഒരുപാട് വിഷമിച്ച ദിവസമാണ്. എന്തെന്നറിയോ, ഞാൻ ഈ പറയാൻ പോകുന്നത് കേരളക്കരയിലെ ഓരോ മഹല്ലുകാരും എന്റെ പ്രിയപ്പെട്ടവരെ ഇടമിന്നിൽ ചേർത്ത് പിടിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കർണാടകയിൽ ഒരു പാവപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ ഒഴുകുന്ന പുഴയിലേക്ക് എടുത്ത് ചാടുകയാ. എന്തുകൊണ്ടാ മക്കളെ? അല്ലാഹുവേ രണ്ട് മക്കളുടെ പിതാവാണ്, കഷ്ടപ്പെട്ടൊരു വീട് നിർമ്മിച്ചു. നാട്ടില് വീടില്ല എങ്കിൽ എത്രമാത്രം അവകാശമാണ്. പാവപ്പെട്ട ഉസ്താദ് കഷ്ടപ്പെട്ട വീടുണ്ടാക്കി. അവസാനം ജമാഅത്തിൽ നിന്ന് ഉസ്താദിനെ പടച്ചവനെ പറഞ്ഞു വിട്ടു. ഉസ്താദിന് ജോലിയില്ല, ഉസ്താദിന് കടം മേടിച്ചവർക്ക് കൊടുക്കാൻ നിർവാഹമില്ല, കടം മേടിച്ചവർക്ക് കൊടുക്കാൻ നിർവാഹമില്ല. അല്ലാഹുവേ എത്ര സങ്കടപ്പെട്ടിട്ടാകും ആ മനുഷ്യൻ ആ കൊടുംചൊടി ചെയ്തത്. ആത്മഹത്യ ചെയ്ത് കളഞ്ഞടോ. പലരും ഇന്നിങ്ങനെ വിമർശിക്കുന്നുണ്ട്. എന്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞു, ഉസ്താദേ ഒരു ആലിമാണ് വെള്ളത്തിൽ ചാടി മരിച്ചത്, ഒരു ആലിമാണ് പുഴയിൽ ചാടിയത്. ആലോചിച്ചു നോക്ക്, ഖുർആൻ പഠിച്ചവർ, ഹദീസ് പഠിച്ചവർ, ആയത്ത് പഠിച്ചവർ താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പാപത്തിന്. എന്താണെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് മാനസിക വിഭ്രാന്തി മൂത്തിട്ടുണ്ടാകണം. എന്നാലോചിച്ചു നോക്ക്, ചുറ്റിനും ഇങ്ങനെ കടങ്ങളാണ്, കടങ്ങളാ. ഇതാണ് ഒരു ഉസ്താദിന്റെ ജീവിതം. ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന കമ്മിറ്റിക്കാരെ, പല ഉസ്താദന്മാർക്കും ജോലിയില്ലടോ. പലരും പ്രയാസത്തിലാണ്. തുച്ഛമായ ശമ്പളം കൊണ്ട് ജോലി ചെയ്യുന്നവർ 15 രൂപയ്ക്കും 20 രൂപയ്ക്കും എന്തിനേറെ 10 രൂപയ്ക്ക് പോലും ജോലി ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ സങ്കടം തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ട ആലിമ പുഴയിൽ ചാടി മരിക്കുമ്പോ ആത്മഹത്യ ചെയ്യുമ്പോ, ആത്മഹത്യ എന്ന് പറഞ്ഞ് കൊട്ടിക്കാശ് ആഘോഷിക്കാനും ഉസ്താദന്മാര് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാനും ഒക്കെ നമുക്ക് കഴിയും. നമ്മുടെ മഹലിന്റെ അപ്പുറത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മഹലിന്റെ ഇമാമിന്റെ ശമ്പളം എത്രയെന്നറിയോ? 13 രൂപയും 14 രൂപയും 10 രൂപയും 7 രൂപയ്ക്ക് പോലും ജോലി ചെയ്യുന്നവരാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ ദിവസത്തെയും വരുമാനം എടുത്ത് നോക്കുക. ഓരോ മാനേജ്മെന്റും ചിന്തിക്കണം. എന്തിനേറെ വരുമാനമുള്ള മഹല്ലുകൾ പോലും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. മാന്യമായിട്ടുള്ള ശമ്പളം അവർക്കില്ല. ആലോചിച്ച് നോക്കിക്കേ, ഇനി ഉസ്താദെങ്ങാണ് ശമ്പളം കൂട്ടി ചോദിച്ചാലോ ഉസ്താദിനെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ്. ഉസ്താദ് എടുക്കാണ് വരുന്ന ഉസ്താദിനെ ആ പഴയ ശമ്പളത്തിലൂടെ നിലനിർത്താമല്ലോ. ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അപഹാസ്യപ്പെടുത്തുകയാണ് ഈ കൗമ്. ഉസ്താദന്മാരുടെ ദയനീയമായ ജീവിതമാണ്. കുറെ പാപങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, ഒരു പ്രായം വരെയൊക്കെ നമുക്ക് ഈ ആഫിയത്തും ആരോഗ്യമുള്ള കാലം വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു 45 വയസ്സ് കഴിഞ്ഞ പിന്നെ നമ്മളെ ഒന്നും എടുക്കില്ല. 45 വയസ്സ് വരെ ഈ വണ്ടി ഓടും. പിന്നെ നമ്മുടെ ശബ്ദമൊക്കെ ഇടറും. പിന്നെ നമ്മുടെ ഓതലൊക്കെ പതുക്കെ ഭംഗി കുറയും. പിന്നെ നമ്മൾ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ പ്രശ്നവാ, പരാതിയാ, പരിഭവവാ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഇത്രയും കൊല്ലം ആ നാട്ടിൽ ജോലി ചെയ്തിട്ട് അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്ക് ഖുർആൻ ഓതി കൊടുത്ത്, അവിടുന്ന് ഹദീസ് പഠിപ്പിച്ച്, ആയത്ത് പഠിപ്പിച്ച്, അഖ്ലാഖ് പഠിപ്പിച്ച് ജീവിതത്തിന്റെ സന്തോഷ പാതയിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ഉസ്താദ് ഇവിടുന്ന് പോകുമ്പോ വീട് പോലും ആ പാവപ്പെട്ടിട്ടുണ്ടാവില്ല. ആലോചിച്ച് പെരുന്നാളിന് പോലും വീട്ടിൽ വിടാത്ത കമ്മിറ്റിക്കാരുണ്ടോ? പെരുന്നാളിന് പോലും എന്തൊരവസ്ഥയായത്. ഇലക്ഷൻ വെച്ചിട്ട് കയറി ഇരുന്നാ പോരാ. അള്ളാന്റെ പള്ളിയാ മോനെ, പരിപാലിക്കാൻ സൂക്ഷിക്കണം. എത്ര ദയനീയമാണ്. ആരോട് പറയാനാ? ആ പാവപ്പെട്ട പണ്ഡിതൻ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമുക്കറിയാം, എന്റെ പ്രിയമുള്ളവർ, ആ മനുഷ്യന്റെ സിറ്റുവേഷൻ നമുക്കറിയില്ല. അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അറിവ് പഠിച്ചവർക്ക് പോലും അത്ര പേര് വല്ലാത്ത പ്രയാസത്തിലൂടെയാണ്. ജോലി ഇല്ലടോ, പ്രായമായ പിന്നെ കഴിഞ്ഞു. പിന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് കേരളത്തിലെ മഹല്ലുകളുണ്ട് ഉസ്താദന്മാരെ ചേർത്ത് പിടിക്കുന്ന, ഉസ്താദന്മാരെ സഹായിക്കുന്ന, ഉസ്താദന്മാരെ ഇടനെഞ്ചോടുകൂടി ചേർത്ത് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്നാലും ഇതൊന്നും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം അപഹാസ്യമാണ് ഇതൊക്കെ.
അല്ലാഹു തആല അവർക്കൊക്കെ അല്ലാഹു തആല പടച്ചവനെ നല്ല ബോധവും നല്ല ചിന്തയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, മനോഹരമായ മരണത്തിന് വേണ്ടി ഇങ്ങനെയാണ് മരിക്കുന്നതെന്നറിയാൻ കഴിയില്ല. അല്ലാഹുവേ, ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഒരാൾ എങ്ങനാണോ മരിക്കുന്നത് അതേ രൂപത്തിലാണ് നാളെ ആഖിറ ലോകത്തിന് കടന്നു വരുന്നത്. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ മരിച്ചതെങ്കിലോ നാളെ റഹ്മാനായ പടച്ചവന്റെ പരലോകത്തിലോ നീ കടന്നു വരുന്നത് വ്യഭിചാരിയായിട്ടാ. ആമയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണോ നീ മരിക്കുന്നതെങ്കിലോ നാളെ യജമാനനായ പടച്ചവന്റെ പരലോകത്തിന് നീ കടന്നു വരുന്നത് നരകത്തിന്റെ അവകാശിയായിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറ്, ഈ ദുനിയാവിലെ ജീവിക്കുന്ന തുച്ഛം കൊല്ലത്തിലോ നല്ലതുപോലെ അവനായ പേടിച്ച് ജീവിക്കണം പോലെ, പടച്ചവനെ പേടിച്ച് ജീവിക്കണം പോലെ. ഇസ്രായേൽ എന്ന മാലാഖ റൂഹെടുക്കാൻ കടന്നു വരുമ്പോ ഇസ്രായേൽ വരെ പറയണം, മക്കളെ കരയണ്ടടാ, കരയണ്ടടാ, നിവേദനിക്കണ്ടടാ എന്ന് ഇസ്രായേൽ പോലും പറയണം. ചെറുപ്പക്കാരാ, ആ ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാൻ കഴിയണം.